പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമ്മളെല്ലാവരും യുവത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാ അല്ലേ? എന്ത് സംഭവിച്ചാലും നമ്മുടെ യുവത്വം നിലനിർത്തണം, എപ്പോഴും ചെറുപ്പമായി കാണപ്പെടണമെന്ന് അങ്ങനെ ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ബേസിക്കലി നമ്മളെപ്പോഴും യങ്ങായിട്ട് എനർജറ്റിക്കായിട്ട് ആരോഗ്യമുള്ളവരായിട്ട് കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതിൻ്റെ കാരണം എന്താ? അതായത് ഒരു ഏജിങ് പ്രോസസ്സിലേക്ക്, അതായത് വയസ്സായിപ്പോയി, അയ്യോ ഭയങ്കര ക്ഷീണമായിപ്പോയി, അങ്ങനെ കാണുന്നതോ കേൾക്കുന്നതോ നമ്മുടെ രൂപം അങ്ങനെ ആയിത്തീരുന്നതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതായത് എപ്പോഴും നല്ല പ്രസരിപ്പുള്ളവരായി, സന്തോഷമുള്ളവരായി, ആരോഗ്യമുള്ളവരായി നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളെയും ജനിച്ച നമ്മൾ പ്രായം ഓരോ ദിവസം നമുക്ക് വയസ്സ് കൂടിക്കൂടി വരിക അല്ലേ? പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നാച്ചുറലാണ്. ഒരു ചെടി ഉണ്ടായി, അത് വലുതായി വളർന്നു, പൂവിട്ടു, ഫലം കായ്ച്ചു. അതിൻ്റെ ഒരു ഇത്ര വർഷങ്ങളെന്നുണ്ട്. ചിലത് ചെറിയ മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം, ചിലപ്പം കുറേയേറെ വർഷങ്ങളായിരിക്കാം. അതിൻ്റെ ഒരു കാലക്രമേണ അത് ഇല്ലാതായിത്തീരുന്നൊരവസ്ഥ. നമ്മുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെ സത്യമാണ്. അതായത് നമ്മൾ ജനിച്ചു വളർന്നു വരുന്നു, ആ ഒരു ഏജിലേക്ക് കടന്നു പോകുന്നു, മുമ്പോട്ട് പോകുന്നുള്ളത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ പ്രായം കടന്നു പോകുന്നുണ്ടാവാം, പക്ഷെ നമ്മുടെ ആ യുവത്വം നിലനിർത്താനായിട്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? നമ്മളിന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ യുവത്വം എങ്ങനെ നിലനിർത്താൻ പറ്റും, എങ്ങനെ എന്നും എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളത്. അതിനായിട്ട് മറ്റു ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അതിനുള്ള ഔഷധങ്ങളും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നും വിചാരിക്കണ്ട ഇതൊക്കെ സാധ്യമാണോ എന്ന്. തീർച്ചയായിട്ടും സാധ്യമാണ്. വളരെ ചെറിയൊരു ചെടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കായ അത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഏജിനെ പിടിച്ചെടുത്ത്, അതായത് ഏജ് കടന്നു പോകും, പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ യൗവനത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. ഒരു വലിയ വിറ്റാമിൻ സിയുടെ കലവറയായ നെല്ലിക്ക ആണ് അതിനുള്ള ഔഷധം, മറ്റൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അല്ലേ? വിറ്റാമിൻ സിയുടെ വലിയ കലവറയാണത്. അത് ഏറ്റവും പ്രധാനമായിട്ടും ആയുർവേദത്തിൽ പറയുക ബെസ്റ്റ് രസായന ദ്രവ്യമെന്നാണ്. അതായത് ബെസ്റ്റ് ആൻറ്റി ഏജിങ് ദ്രവ്യമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നെല്ലിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നെല്ലിക്കയുടെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലപ്രദമാണ്. നെല്ലിക്ക നമുക്കറിയാം ഔഷധമായിട്ട് തന്നെയൊക്കെയുള്ളവരായിട്ട് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ? ചട്നി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പിക്കിൾ ഉണ്ടാക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അത് ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗപ്രദമാണ്. എങ്കിലും അതിനെ കുറച്ചുകൂടി നമുക്ക് ആരോഗ്യപ്രദമായ രീതിയിൽ നെല്ലിക്ക എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അതിൻ്റെ എന്തൊക്കെയാണ് ഗുണഗണങ്ങൾ, ഏതൊക്കെ അവസ്ഥകൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം. നെല്ലിയുടെ പ്രധാനപ്പെട്ട ഔഷധ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത് നെല്ലിക്കായാണ്. നെല്ലിമരം നമുക്കറിയാം ചെറിയ ഇലകളുള്ള മരമാണ്. അത് ഇല പൊഴിയുന്നൊരു ഇടത്തരം വൃക്ഷമാകുന്ന മരമാണ്.
അതുപോലെ തന്നെ അതിൻ്റെ ആ ചെറിയ ഇലകളുടെ ഇടയ്ക്കൂടെയാണ് ചെറിയൊരു പുഷ്പങ്ങൾ വരിക. ഏകദേശം ഒരു ഗ്രീനിഷ് യെല്ലോ, ഒരു ചെറിയ യെല്ലോ പക്ഷേ ഒരു ഗ്രീനിഷ് യെല്ലോ ആ ടൈപ്പ് കളറിലുള്ള പൂക്കളുണ്ടാവുക. പൂക്കളുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ആൺപൂക്കളും പെൺപൂക്കളും ഒരേ ചെടിയിൽ തന്നെ ഉണ്ടാവുക. അതിൽ തന്നെ വിത്തുണ്ടാവും അല്ലെങ്കിൽ ഫലമുണ്ടാവും. നെല്ലിക്കായ അത് ചെറുതായിരിക്കുമ്പോൾ, പിഞ്ചായിരിക്കുമ്പോൾ നല്ല കയ്പ്പാണ്. അത് മൂത്ത് വരുന്നതനുസരിച്ചിട്ട് നല്ല പുളിരസം ഉണ്ടാവും. പാകമായി കഴിയുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വളരുന്നുണ്ട്. നമുക്ക് പറമ്പിലൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ആവശ്യത്തിന് നെല്ലിക്ക കിട്ടുമല്ലോ. ഒത്തിരി നല്ലതാണ്. ഒത്തിരി പരിപാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തൈ കിട്ടി നട്ട് കൊടുത്താൽ മതി, അത് വളർന്നു വന്നോളൂ. അതായി തന്നെ വളർന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു പരിപാലനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴൊക്കെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി നെല്ലി കിട്ടുന്നുണ്ട്. കുറച്ച് വലിപ്പം അധികം ഉള്ളതാണ്. പക്ഷേ ഔഷധ ഗുണം നോക്കുമ്പോൾ ആ ചെറിയ വെറൈറ്റി നമ്മളൊക്കെ നേരത്തെ മുതൽ ഉപയോഗിച്ചിരുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ആ വെറൈറ്റി നട്ടുപിടിപ്പിക്കുകയായിരിക്കും നമുക്ക് ഉചിതം. ഓക്കെ. ഇനിയിപ്പം നെല്ലിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നെല്ലിക്കായെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആയുർവേദത്തിൽ ഇതിന് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ധാത്രി, അമ്ല, വയസ്ത, അങ്ങനെ പല പേരുകൾ ഇതറിയപ്പെടുന്നുണ്ട്. എന്തായിരിക്കും കാരണം? ഒന്നാമതിൻ്റെ പേര് അമ്ല, അതായത് അമ്ലരസം കൂടുതലുള്ളത് കൊണ്ട് ഇതിനെ അമ്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ധാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു അമ്മയെപ്പോലെ ഒരാളെ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ധാത്രി എന്ന് പേരുള്ളത്. അതുപോലെ മറ്റൊരു പേരാണ് വയസ്ത, അതായത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി. നമുക്ക് യൗവനം നിലനിർത്താനുള്ള പ്രോപ്പർട്ടി പ്രത്യേകമായിട്ട് ഇതിലുണ്ട്. ഒരു രസായന ദ്രവ്യമാണ്. അതുകൊണ്ട് തന്നെ നെല്ലിക്കായ്ക്ക് വയസ്ത എന്നൊരു പേരുമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനിയിപ്പം രസഗുണ വിഭാഗങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് ലവണവർജിത പഞ്ചരസമുള്ള ദ്രവ്യമാണ്. അതായത് മധുരവും അതുപോലെ തന്നെ കയ്പ്പ്, എരിവ്, പുളി എല്ലാ രസങ്ങളും, അതായത് 6 രസങ്ങളാണ് ശരിക്കുമുള്ളത്. മധുര, അമ്ല, ലവണ, കടു, തിക്ത, കഷായ രസങ്ങളാണ് നമുക്ക് ഓരോ ദ്രവ്യത്തിനുമുള്ളത്. അത് ഓരോന്നിലും അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ നെല്ലിക്കയ്ക്കകത്ത് ലവണവർജിത, അതായത് ഉപ്പല്ലാതെ ബാക്കി 5 രസങ്ങളുമുണ്ട്. എന്താ രസങ്ങളുടെ പ്രാധാന്യം? ഈ രസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും എല്ലാ രസവുമുള്ള ആഹാരം കഴിച്ചിരിക്കണം. കാരണം ഈ ആഹാരം കഴിക്കുന്ന ഈ ഷഡ്രസങ്ങൾ, 6 രസങ്ങളുള്ള ആഹാരം കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുകയും മുമ്പോട്ടുള്ള പ്രവർത്തനം സജ്ജമാകുകയും ചെയ്യുന്നത്. അപ്പോൾ നെല്ലിക്കയ്ക്കകത്ത് ഉപ്പൊഴികെയുള്ള ബാക്കി 5 രസങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ത്രിദോഷശാമകമാണ്. അതായത് വാതരോഗങ്ങൾക്കും പിത്തരോഗങ്ങൾക്കും കഫരോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ചുരുക്കം ഔഷധങ്ങൾ മാത്രമേ അങ്ങനെ ത്രിദോഷശാമകമായിട്ട്, അതായത് 3 ദോഷങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ളത് വളരെ ചുരുക്കം ദ്രവ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് നെല്ലിക്കായ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു ചെറിയ മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ഒക്കെ മാറ്റിയിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസിനെ മാറ്റിക്കൊണ്ട് ശരീരത്തിൻ്റെ ആ ഒരു യൗവനം നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്രവ്യമാണ്. ഇനി നമ്മളിതിൻ്റെ ചെറിയ ഉപയോഗങ്ങളെ പറ്റി നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, ഇത് വാതവും പിത്തവും കഫവും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വാതം അധികമുള്ള വ്യക്തികളാണെന്ന് വിചാരിച്ചു, വാതത്തിൻ്റെ രോഗങ്ങൾ അധികമുള്ള വ്യക്തികൾ, അവർ നെല്ലിക്ക കഴിക്കുമ്പം നെല്ലിക്കയുടെ പൊടി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് എളുപ്പം. നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നെല്ലിക്ക കിട്ടുന്ന സീസണിൽ വാങ്ങിക്കുക, ടെറസിലിട്ട് ഉണങ്ങിയാൽ മതി. ഉണങ്ങിയിട്ട് അതിൻ്റെ കുരു മാറ്റിയിട്ട് ആ ഉണങ്ങിയ ഭാഗം, അതിൻ്റെ കുരു, ഉള്ളത്തെ കുരു നമ്മൾ ഉപയോഗിക്കില്ല, അതിൻ്റെ പുറമേയുള്ള ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം അത് മാറ്റിയെടുത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരു ഗ്ലാസിൻ്റെ ഭരണിയിലിട്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യം പോലെ എടുത്ത് പൊടിച്ച് ഉപയോഗിക്കാൻ പറ്റും. സിമ്പിളായിട്ട് സൂക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പം വാതത്തിൻ്റെ അസുഖങ്ങളുള്ളവരാണെന്ന് വിചാരിച്ചു, അവർ ദിവസവും ചെയ്യേണ്ട 1/2 ടീസ്പൂൺ പൊടി ഒരു സ്വല്പം എള്ളെണ്ണ ചേർത്ത് കഴിക്കുക. എള്ളെണ്ണ മീൻസ് നല്ലെണ്ണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സ്വല്പം നല്ലെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ പൊടി കഴിക്കുക. അവർക്ക് വാതത്തിൻ്റെ രോഗങ്ങൾ മുമ്പോട്ടുണ്ടാകുകയില്ല. ഇനിയിപ്പം ചിലർക്ക് പിത്തത്തിൻ്റെ രോഗങ്ങൾ, അതായത് അസിഡിറ്റി പ്രശ്നങ്ങൾ അധികം ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുള്ളവരായിരിക്കാം, ശരീരം കണ്ടമാനം ചൂടാകുന്ന ആ രീതിയിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളെ കുറച്ചുകൂടി പിത്തപ്രകൃതി അല്ലെങ്കിൽ പിത്തത്തിൻ്റെ അധികമായതിൻ്റെ അസ്വസ്ഥതകളുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ 1/2 ടീസ്പൂൺ പൊടി സ്വല്പം നെയ്യ് ചേർത്ത് കഴിക്കുക. 1/2 ടീസ്പൂൺ പൊടി നെയ്യ് ചേർത്ത് കഴിക്കുക. ഇനി ചിലർക്കൊക്കെ കഫം അധികമായിരിക്കും, അതായത് കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒബേസിറ്റി, ഒത്തിരി തടി വയ്ക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം, തടി അധികമുള്ളവർ, വെയിറ്റൊക്കെ അധികമുള്ളവർ. ഇങ്ങനെയുള്ള വ്യക്തികൾ ദിവസവും 1/2 ടീസ്പൂൺ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുക. 1/2 ടീസ്പൂൺ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുക. ഇത്
അമിതമായ വണ്ണം കുറയാനായിട്ട് സഹായിക്കും. നെല്ലിക്ക മറ്റ് പല ഔഷധങ്ങളും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിലൊരു പ്രധാന ഔഷധക്കൂട്ടാണ് ത്രിഫല. അത് മറ്റൊന്നുമല്ല, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, അത് മൂന്നും കൂടെ പൊടിച്ചെടുക്കുന്നതാണ് ത്രിഫല. ഇത് പ്രത്യേകമായിട്ടും കണ്ണിൻ്റെ രോഗങ്ങൾ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കണ്ണിൻ്റെ സാധാരണ എല്ലാ രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ വൈകുന്നേരം 6 മണി സമയം, ഒരു 6-7 മണി ആ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ ത്രിഫല ചൂർണം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കണ്ണിൻ്റെ കാഴ്ച അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഒപ്പം തന്നെ ത്രിഫല കഷായം ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കണ്ണ് കഴുകുന്നത് നല്ലതാണ്. അതായത് നമ്മളൊരു 1/2 ടീസ്പൂൺ പൊടിയിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളം കണ്ണിലിങ്ങനെ ധാര ഒഴിച്ചു കൊടുക്കുക. കണ്ണിൻ്റെ നമ്മുടെ ഈ ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത കണ്ണിൽ കൂടെ ഒഴുകിപ്പോക്കോളും. താഴെ ഇങ്ങനെ കിടന്നിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കണ്ണിൻ്റെ കാഴ്ച കിട്ടാനായിട്ടും കണ്ണിൻ്റെ മറ്റു രോഗങ്ങളിലൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ കോംപ്ലക്ഷൻ നിറം വർദ്ധിപ്പിക്കാനൊക്കെ നെല്ലിക്ക ഉപയോഗിക്കാം. നെല്ലിക്കാപ്പൊടി 1/2 ടീസ്പൂൺ, അതിൻ്റെ കൂടെ ഒരു സ്വല്പം കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് നമ്മുടെ കോംപ്ലക്ഷൻ, അതായത് കളർ കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ മുടിയുടെ ആരോഗ്യത്തിൽ നെല്ലിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു അവശ്യ ഘടകമാണ്. നമുക്കറിയാം, പലർക്കും നേരത്തെ തന്നെ മുടി നരച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ മുടിക്ക് കട്ടിയില്ലാതാവുന്നുണ്ട്. ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ ഒരുപാട് ഹെയർ ഡൈസിൻ്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ പല കെമിക്കലായിട്ടുള്ള ഡൈസൊക്കെ ഉപയോഗിച്ച് മുടി വളർന്ന് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സ്കിൻ റാഷസ് വരുന്നു, ചൊറിച്ചിൽ, അലർജി, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ആവശ്യമുള്ള സാധനം ഒരു ഹാൻഡ്ഫുൾ നെല്ലിക്ക വേണം, ഉണക്ക നെല്ലിക്ക, നമ്മളൊരു കൈ നിറച്ച് അത് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിലിട്ട് പതിയെ ഒന്ന് വറുത്തെടുക്കുക. ഉണക്ക നെല്ലിക്ക ഒരു ഹാൻഡ്ഫുൾ അതെടുത്തിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി, അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണം, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയായി വരും. അങ്ങനെ ഒരു ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അത് നികക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. 1 മണിക്കൂറൊക്കെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നന്നായി കുതിർന്ന് വരും. അതിന് ശേഷം അത് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ആ ഇരുമ്പ് ചട്ടിക്കകത്ത് തന്നെ മൂടി വയ്ക്കുക. ഇത് ഒരു ദിവസം അങ്ങനെ വെച്ച് വയ്ക്കണം. ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ഉപയോഗിക്കണം, നിർബന്ധമാണ്. അത് അങ്ങനത്തെ ഒരു ദിവസം വെച്ചിരിക്കുക. പിറ്റേ ദിവസം എടുത്ത് നന്നായി തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 4-5 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇങ്ങനെ ഒരാഴ്ച ഒരു 1.5 ദിവസങ്ങളിലായിട്ടൊരു 3-4 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ വൺസ് ഇൻ എ വീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുടി കറക്കാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചധികം മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് മൈലാഞ്ചി ഇലയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ, നമുക്ക് ചേർക്കാൻ സാധിക്കും. ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കയ്യൂന്നത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ, അതായത് 1 ടീസ്പൂൺ രണ്ടും കൂടെ ചേർത്ത് 1 ടീസ്പൂണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ നരച്ച മുടികളൊക്കെ കറുത്ത് വരാനായിട്ടും നല്ല മുടി ഇടതൂർന്ന് വരാനായിട്ടൊക്കെ സഹായിക്കും. അപ്പം മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെല്ലി മരം വീട്ടിലുണ്ടെങ്കിൽ നെല്ലിയുടെ ഇല അരച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുത്താലും ഒരു കുറച്ചൊക്കെ എഫക്റ്റ് കിട്ടും. കാരണം ഇടയ്ക്കൊന്ന് മാറി ചെയ്യുന്നത്, കാരണം ഒരേ സണ്ണിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന് വ്യത്യാസം വരും. അപ്പം ഇടയ്ക്കൊന്ന് നെല്ലിയുടെ ഇലയാണെങ്കിൽ അരച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി തലയിൽ വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി കുട്ടികൾക്കാണ് നരയെന്ന് വിചാരിച്ചു, അതായത് തീരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ്, അങ്ങനെയാണെങ്കിൽ അവർക്കൊരു തല പൊതിച്ചതെന്ന് പറയാറുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതിൻ്റെ അകത്തും നെല്ലിക്കയുടെ പൊടിയും കയ്യൂന്യം ഉണക്കിപ്പൊടിച്ച പൊടിയും കൂടെ, അല്ലെങ്കിൽ കയ്യൂന്യത്തിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് നെല്ലിക്കാപ്പൊടി ചേർത്ത് കുഴച്ച് ഒരു ഉണ്ട പോലെ, അതായത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് തല നന്നായിട്ട് പൊത്തി വെച്ച് കൊടുക്കുക. 2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇങ്ങനെ ചെയ്യുന്നതും മുടിനര മാറാനായിട്ട് സഹായിക്കും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രമേഹത്തിനും ഔഷധമായിട്ട് നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം നെല്ലിക്കാപ്പൊടി 1/2 ടീസ്പൂൺ വീതം ദിവസവും കഴിക്കുക. ഇനി നമ്മുടെ വീട്ടിൽ അമൃതം ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നെല്ലിക്കാപ്പൊടിയും അമൃതിൻ്റെ ജ്യൂസ് ഇടിച്ചു പിഴിഞ്ഞ നീരും കൂടെ ചേർത്ത് കഴിക്കാം. ഇല്ലെങ്കിൽ ഫ്രഷ് നെല്ലിക്കയാണെങ്കിൽ നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ നീര്, അതിൻ്റെ ഒപ്പം തന്നെ അമൃതിൻ്റെ നീര് ചേർത്ത് കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് നെല്ലിക്കയുടെ നീര്, അമൃതിൻ്റെ നീര്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കുക. ഇതും പ്രമേഹം കുറയാനായിട്ട് സഹായിക്കും. പിന്നെ പ്രമേഹം നമുക്കറിയാം, പ്രമേഹം ഉണ്ടായിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, മൂത്രത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. പെട്ടെന്ന് മൂത്രം ഒഴിക്കണം എന്ന് തോന്നും, ശരീരത്തിൽ ദാഹവും പുകച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മൂത്രത്തിൻ്റെ പ്രവർത്തനത്തെ, അതായത് അമിതമായിട്ടുള്ള മൂത്രം പോക്കിനെ തടയാനായിട്ട് ഈ നെല്ലിക്കായ്ക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് പ്രമേഹം വന്നു കഴിയുമ്പോൾ തടി വയ്ക്കാറുണ്ട്, ചിലർ മെലിഞ്ഞു പോകും. 2 തരത്തിലുള്ള, മെയിനായിട്ട് 2 തരത്തിൽ.
കൃശപ്രമേഹിയെന്നും അതായത് തടി വയ്ക്കുന്ന പ്രമേഹമുള്ള വ്യക്തികളെന്നും തടി കുറഞ്ഞു പോകുന്നത് രണ്ട് തരത്തിലും പ്രധാനമായിട്ടും പ്രമേഹം ഉണ്ടെന്ന് പറയാം. ചിലർക്ക് തടി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നെല്ലിക്കയുടെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് അമിതമായ തടി കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കരളിൻ്റെ രോഗങ്ങൾ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഒരു 5 ഗ്രാം നെല്ലിക്കയുടെ പൊടി ഒരു 10 മില്ലി അലോവേരയുടെ അതായത് കറ്റാർവാഴയുടെ നീര് ചേർത്ത് രാവിലെ കഴിക്കുക. ഒരു 8-10 ദിവസം അടുപ്പിച്ച് കഴിക്കുക. വീണ്ടും ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കഴിക്കുക. അതായത് 5 ഗ്രാം നെല്ലിക്കയുടെ പൊടി 10 മില്ലി കറ്റാർവാഴ നീര് ചേർത്തിട്ട് രാവിലെ കഴിക്കുക. ദിവസവും വെറും വയറ്റിൽ കഴിക്കുക. ഇതൊരു 8-10 ദിവസം അടുപ്പിച്ച് കഴിക്കുന്നു. വീണ്ടും ഒരു ഗ്യാപ്പ് കൊടുക്കുന്നു. അത് അങ്ങനെ കഴിക്കുന്ന ലിവറിൻ്റെ രോഗങ്ങളിൽ അതായത് കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങളിലും കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇതൊരു രസായന ഔഷധമാണ്. അതായത് നമ്മുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് യൗവനാവസ്ഥയെ രോഗമില്ലാത്ത ആ ഒരു അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് നെല്ലിക്ക എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, നെല്ലിക്ക എന്ന് വെച്ചാൽ ഒരു പുളിയുള്ള സാധനം എന്നുള്ളതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ്. അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പച്ചനെല്ലിക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചമ്മന്തിക്ക് അരയ്ക്കാം, നല്ല ടേസ്റ്റാണ്. സാധാരണ മാങ്ങ ചമ്മന്തിക്ക് അരയ്ക്കുകയല്ലേ, അപ്പോൾ മാങ്ങയ്ക്ക് പകരം നെല്ലിക്ക വെച്ചാൽ മതി, അങ്ങനെ ചമ്മന്തി അരയ്ക്കുക. അത് ആഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും അതായത് കുഞ്ഞുങ്ങൾ മുതൽ വലിയവരുടെ വരെ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് നെല്ലിക്ക. നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കായാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക നമ്മുടെ വീടുകളിൽ വെച്ച് നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേടിക്കാറുമുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് നെല്ലിമരമൊക്കെ കൊടുത്ത് അവരെ അത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക വിറ്റമിൻ സി ആണെന്ന് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ നെല്ലിക്ക കൊണ്ട് നമുക്കൊരു രസായനം ഉണ്ടാക്കാം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടാനും അതുപോലെ തന്നെ ജരാനരകൾ ബാധിക്കാതെ പ്രത്യേകിച്ച് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നരയ്ക്കുന്ന ആ അവസ്ഥയൊക്കെ പിള്ളേർക്ക് 25 വയസ്സാകുമ്പോഴൊക്കെ മുടി നരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും മുടി നരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നെല്ലിക്കായ കൊണ്ടുള്ള രസായനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഒരു രസായനം ഉണ്ടാക്കി കൊടുത്താൽ അത് വളരെ ഉപകാരപ്രദമാകും. നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്നാമതായിട്ട് നമുക്ക് നെല്ലിക്ക അത് ഉണങ്ങിയെടുത്ത് പൊടിക്കണം. അപ്പോൾ നെല്ലിക്ക ഉണങ്ങി പൊടിച്ചതാണ് നമ്മൾ ഈ കാണുന്ന 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി. ഇത് നമ്മൾ നെല്ലിക്ക നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെ കായൊക്കെ കളഞ്ഞ് അത് ഉണങ്ങി നമ്മൾ മിക്സിയിലോ മറ്റ് ഏത് മില്ലിലോ എങ്ങനെ വേണേലും പൊടിക്കാം. അങ്ങനെ പൊടിച്ച പൊടിയാണ് ഇത്. നെല്ലിക്ക നമ്മൾ ഉണങ്ങി പൊടിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കൽക്കണ്ടം പൊടിച്ചതാണ്. കൽക്കണ്ടം എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. ഇതാണ് കൽക്കണ്ടം. ഈ കൽക്കണ്ടം നമ്മൾ പൊടിച്ച് നല്ല നൈസ് പൊടിയായിട്ട് നമ്മളെടുക്കണം. കൽക്കണ്ടം പൊടിച്ചതും നമുക്കിതിനാവശ്യമാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് തേനാണ്. ഈ തേന് 10 മില്ലി തേനും നമുക്കിത് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് സ്വല്പം നെയ്യാണ്. ഇതൊന്ന് മിക്സായി വരാനും ജോയിൻ്റായി വരാനും ഒക്കെ ആയിട്ട് നെയ്യാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ അളവുകളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നമ്മൾ ആദ്യം നെല്ലിക്ക പൊടിച്ചത് ഒരു 20 ഗ്രാം എടുക്കുന്നു. അതായത് ഈ ടീസ്പൂണിന് 2 ടീസ്പൂൺ എടുക്കുമ്പോഴത്തേക്കും ഏകദേശം 20 ഗ്രാമായി. ഈ 20 ഗ്രാമിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇത് നെല്ലിക്ക നന്നായിട്ട് ചതച്ച് നീരെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ നീര് ഒരു 20 മില്ലി ഇതിനകത്തോട്ട് ചേർക്കുന്നു. നെല്ലിക്ക ചതച്ച നീര് നമ്മളിതിലേക്ക് ഒരു 10-20 മില്ലി എടുക്കുന്നു. ഇതിലേക്ക് നമ്മളൊന്ന് യോജിപ്പിക്കുന്നു. സ്വല്പം കൂടി നമുക്ക് ഇതിലേക്ക് നീര് ഒഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കൽക്കണ്ടമാണ്. കൽക്കണ്ടം പൊടിച്ചത് ഒരു 10 മില്ലി.
അത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിക്കുന്നു. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതാ ഈ പരുവത്തിലായി, ഒരു പേസ്റ്റ് രൂപത്തിലായി. ഇങ്ങനെ ആയതിലേക്ക് നമ്മൾ ഒരു 5 മില്ലി നെയ്യ് ഒഴിക്കുന്നു. അഞ്ച് മില്ലി നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് നമ്മൾ വീണ്ടും അത് യോജിപ്പിക്കുകയാണ്. അതിപ്പോൾ നല്ല ജോയിൻ്റായി. 5 മില്ലി നെയ്യ് ഒഴിച്ചു. ഇനി ഇതിലേക്ക് 10 മില്ലി തേൻ ഒഴിക്കണം. എന്താണ് ഈ 5ഉം 10ഉം ആകാൻ കാരണം എന്ന് ചോദിച്ചാൽ, തേനും നെയ്യും ഒരേ അളവിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, അത് വിഷമായി തീരും, അപ്പോൾ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തേൻ നമ്മൾ 10 മില്ലിയാണ് ചേർക്കുന്നത്. 5 മില്ലി നെയ്യും 10 മില്ലി തേനും നമ്മൾ ചേർക്കുന്നു. വീണ്ടും അത് ജോയിൻ്റ് ചെയ്യുന്നു, നന്നായിട്ട് ജോയിൻ്റ് ആക്കുന്നു. ഇപ്പോൾ നമ്മളുടെ നെല്ലിക്ക രസായനം റെഡിയായി. ഇപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ ഒരു 2-3 ദിവസത്തേക്ക് സൂക്ഷിച്ച് വെച്ചാലൊന്നും ഇതിനൊരു കേടും സംഭവിക്കില്ല. ഈ രസായനം ദിവസവും നമ്മൾ കഴിക്കേണ്ട രീതി ഇങ്ങനെയാണ്. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ജരാനരകൾ ബാധിക്കാതിരിക്കാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിക്കും ഒരു നല്ലൊരു മെഡിസിനാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധികളും അങ്ങനെയുള്ള എല്ലാ വ്യാധികളും ഉള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈ കാലഘട്ടത്തിൽ ഇത് കുട്ടികൾക്ക് നമ്മൾ ഈ മെഡിസിന് ഇത് 1/2 ടീസ്പൂൺ വീതം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഏകദേശം ഇത് ഇത്രയും 1/2 ടീസ്പൂൺ വീതം എടുക്കുക കുട്ടികൾക്ക്. വലിയവർക്ക് നമ്മൾ എടുക്കേണ്ടത് 1 സ്പൂണാണ്. വലിയവർക്ക് ഏകദേശം ഇത്രയും 1 സ്പൂൺ എടുക്കുക. ഇങ്ങനെ വലിയവർക്ക് 1 സ്പൂണും കുട്ടികൾക്ക് 1/2 ടീസ്പൂണും ഈ അളവിൽ ഡെയിലി കഴിക്കുക. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനും ജരാനരകൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇനി ലങ്സിന് വരുന്ന അസുഖങ്ങൾക്ക് നമുക്കൊരു മരുന്നുണ്ടാക്കാം. ലങ്സിന് നീർക്കെട്ടുണ്ടാകാം, വീക്കം വരുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം കെട്ടൽ, നമുക്ക് ശരിയായിട്ടുള്ള ശ്വാസം എടുക്കാൻ വയ്യാതെ വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ലങ്സിന് വരുന്ന അതുപോലെ തന്നെ ചുമയ്ക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. കഫക്കെട്ടിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു നെല്ലിക്ക നന്നായിട്ട് പൊടിച്ചെടുക്കണം. നെല്ലിക്ക പൊടിച്ചത് ഒരു 10 ഗ്രാം വേണം. നെല്ലിക്ക പൊടിച്ചത് ഒരു 10 ഗ്രാം എടുക്കുന്നു. നെല്ലിക്ക പൊടിച്ചത് ഒരു 10 ഗ്രാമായി. ഇതിനോട് ചേർത്ത് നമ്മൾ എടുക്കേണ്ടത് ഗ്രാമ്പു പൊടിച്ചതാണ്. ഗ്രാമ്പു പൊടിച്ചത് ഒരു 5 ഗ്രാം വേണം. ഇത്രയും എടുത്താൽ 5 ഗ്രാമായി. അപ്പം ഗ്രാമ്പു പൊടിച്ചത് 5 ഗ്രാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. സ്വല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾ നമുക്കറിയാമല്ലോ, ഇത് മുറിവുകളെ അല്ലെങ്കിൽ വീക്കങ്ങളെ കുറയ്ക്കാനും കരിക്കാനും ഒക്കെയുള്ള ഒരു നല്ല ഔഷധമാണ്. അപ്പം നെല്ലിക്കാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമുക്ക് ലങ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പോൾ നെല്ലിക്കായുടെ പൊടിയും ഒരു 10 ഗ്രാം എടുത്തു, അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ പൊടി 5 ഗ്രാം എടുത്തു. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം നമ്മൾ ചേർത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്ന് കണക്കാക്കാം, അല്ലെ 1 ഗ്രാം എന്നൊക്കെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ നമ്മൾ ചേർത്തതിന് ശേഷം ഈ പൊടി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇത് അലിപ്പിച്ച് കഴിച്ച് കഴിയുമ്പോൾ ലങ്സിൻ്റെ വീക്കം, ലങ്സിന് വരുന്ന എല്ലാ അസ്വസ്ഥതകളും, ചുമ, അതുപോലെ തന്നെ
കഫക്കെട്ട് എല്ലാം മാറി നമുക്ക് സൗഖ്യം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കരിയാനുള്ള, അതായത് നീർക്കെട്ട് വന്നിട്ട് ഒരു ചുമന്ന് ഇരിക്കും, അങ്ങനെയുള്ള ആ ഭാഗങ്ങളൊക്കെ കരിയുകയും ചെയ്യും. അങ്ങനെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും. എല്ലാവരും കേട്ടൊരു ചൊല്ലാണ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നല്ലേ. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നെല്ലിപ്പലക എന്തിനാ ഉപയോഗിക്കുന്നത്? മുമ്പ് കാലങ്ങളിലൊക്കെ, അതായത് നമ്മൾ നേരത്തെ കിണറുണ്ടാക്കുമായിരുന്നല്ലോ, ഇപ്പോഴല്ലേ കിണറുകളൊക്കെ കുറഞ്ഞിരിക്കുന്നത്, ഓപ്പൺ വെൽ ഉണ്ടാക്കുമായിരുന്നല്ലേ. അപ്പോൾ ഈ കിണറിൻ്റെ ഏറ്റവും അടിയിൽ, അതായത് വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിൽ നെല്ലിയുടെ പലക നിരത്തിയിടുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ വെള്ളത്തെ ശുദ്ധീകരിക്കാനായിട്ട്. അതായത് നെല്ലിക്ക് വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അതും ഈ ചൊല്ലുമായിട്ട് എന്താ ബന്ധം? മറ്റൊന്നുമല്ല, അതായത് എൻ്റെ ഒരു ക്ഷമയുടെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം വരെ എത്തി, അതായത് മാക്സിമം എത്തി. കിണറിൻ്റെ ഏറ്റവും അടിയിലാണ് നമ്മളിടുക, വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലാണ് നമ്മൾ പലക ഇട്ടിരിക്കുന്നത്. മാക്സിമം എത്തി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ചൊല്ലാണത്. ഇതൊന്നും മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ നെല്ലിയെപ്പറ്റി ഇന്ന് കേൾക്കുകയായിരുന്നു, നെല്ലിക്കയുടെ ഔഷധത്തെപ്പറ്റി കേൾക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നെല്ലിയുടെ ഇല ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതൊപ്പം തന്നെ നെല്ലിയുടെ പലകയും ഉപയുക്തമാണ്. അതായത് എല്ലാത്തിനും അതിൻ്റേതായൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ഒരു ചെടിക്ക് തന്നെ ഒരു ചെടിയുടെ ഇലയ്ക്കൊരു ദൗത്യമായിരിക്കാം, പുഷ്പത്തിന് വേറൊരു ദൗത്യമായിരിക്കാം, ഫലത്തിന് വേറൊരു ദൗത്യമായിരിക്കാം, തടിക്ക് വേറൊരു ദൗത്യമായിരിക്കാം. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കും ഈ ഭൂമിയിൽ നിർവഹിക്കാനായി ഓരോരോ ദൗത്യങ്ങളുള്ളത്. എനിക്കുള്ള ദൗത്യമായിരിക്കില്ല നിങ്ങളൊരാൾക്കുള്ളത്, അതായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. അതായത് ദൈവം നമുക്കായി ഓരോരുത്തർക്കുമായി ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കണ്ടെത്താനും അറിയാനും ഈ പഠനത്തോടൊപ്പം നമുക്ക് സാധിക്കട്ടെ. ചെടികളുടെ പഠനം മാത്രമാകാതെ ചെടികളുടെ സൃഷ്ടാവിലേക്ക് വളരാനായിട്ടും നമ്മെ ഇത് സഹായിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.